നീ കാണൂല കാര്യം. ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത ആളാണ്. ഇവിടെ പുറത്ത് തൊട്ടല്ല ഇടിച്ചിരിക്കും ഇടിച്ചു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഹായ് ഫ്രണ്ട്സ്, ഇന്നലത്തെ പ്രോമോ കണ്ടപ്പോഴും അതുപോലെ തന്നെ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ, അതായത് ഡയറക്റ്റ് സോഴ്സ്, ജെനുവിൻ സോഴ്സ് എന്ന ന്യൂസ് പറയുന്ന ചില റിവ്യൂവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ. അവരുടെയൊക്കെ വീഡിയോ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചത്, ശരിക്കും പറഞ്ഞാൽ റോക്കി ആ ഒരു ഷോയിൽ വേണം. റോക്കി ഇത്തിരി ഈ ഒരു ആങ്കർ മാനേജ്മെൻ്റ് ഒക്കെ നോക്കിക്കൊണ്ട് ഈ ദേഷ്യപ്പെടാതെ ഒരുപാട് അങ്ങോട്ട് ഫിസിക്കലി അങ്ങോട്ട് അടുത്തോട്ട് പോവാത്ത രീതിയിലുള്ള സംഭവം ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടനും വന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ലാലേട്ടൻ വേറൊരു കാര്യം, ലാലേട്ടൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത്. പെട്ടെന്ന് പ്രൊവോക്കായി കൈവയ്ക്കുന്ന ആളാണെന്നുള്ളത് ലാലേട്ടനും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇടിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇടിക്കണം, അല്ലാതെ ചുമ്മാ പോയി പേടിപ്പിച്ചിട്ട് വരുമല്ല എന്നൊക്കെ ലാലേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തോ അറം പറ്റിയെന്ന് പറയാമല്ലോ. റോക്കി സിജോനിട്ട് നല്ലൊരു വീക്കാണ് കൊടുത്തേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ലൈവിൽ തന്നെ ഒരു എഫക്റ്റും ഇല്ലാതെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല തിക്ക് കൊണ്ട് നല്ലൊരു ഇടിയാണ് ഇടിച്ചേക്കുന്നത്. സിജോയ്ക്ക് നല്ല ഷോക്കിംഗ് ആയി. അത് ഒന്നുമില്ലെങ്കിൽ കൈവയ്ക്കുക എന്നുള്ള ലെവല്. എത്ര പ്രൊവോക്ക് ചെയ്താലും എത്ര സംസാരിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇവരടി നടക്കുന്ന സമയത്ത്, ഇവർ തമ്മിൽ ആർഗ്യുമെന്റ് നടക്കുന്ന സമയത്ത് റോക്കിയാണ് അബ്യൂസീവ് ലാംഗ്വേജിൽ ആദ്യം സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സിജോ അങ്ങോട്ട് സംസാരിക്കുന്നത്. പിന്നെ റോക്കി സിജോന്റെ ജോലിയുടെ കാര്യം പറയുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിൽ സിജോ അങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ റോക്കി സംസാരിക്കുന്നു. സിജോ നല്ല രീതിക്ക് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ആസ് എ ക്യാപ്റ്റൻ ഇത്തിരി കൂടി റെസ്പോൺസിബിൾ ആവാമെന്ന് എനിക്ക് തോന്നി. വഷളാക്കാതെ റോക്കി ആയാലും അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. രണ്ടുപേരുടെയും രീതി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ ആരും സ്വാതന്ത്ര്യ സമര സേനാനി ആവാനൊന്നുമല്ല വരുന്നത്. അത് ഈ ഒരു ഋഷിയെ പോലെ ഇങ്ങനെ പാവത്താനെ പോലെ ഇരിക്കുന്നതും, അതുപോലെ തന്നെ അവന് ഇഷ്ടമുള്ള ആള് എന്ത് തെറ്റ് ചെയ്താലും അത് കാണാത്ത രീതിയിൽ അതൊരു സോഫ്റ്റ് ആയിട്ട് പറയുകയും, ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ പോലും എന്ത് ചെയ്യും, അവൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അതിനെ എതിർക്കും. നീ അപ്പം അത് ചെയ്തപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഈ ഒരു ഋഷി എതിർക്കാറൊക്കെ ഉണ്ട്. റോക്കിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ കൈവച്ച് ഇമോഷണലായി. എന്താ വെച്ചാൽ ആകെയുള്ളൊരു ഫ്രണ്ട് അവിടെ റോക്കിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റായി പറയുന്ന ആളാണ്. പക്ഷേ റോക്കിയും ചെയ്യുന്നത് പ്രൊവോക്കേഷൻ അല്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് റോക്കി ചെയ്യുന്നതും പ്രൊവോക്കേഷനാണ്. എന്തിലും പ്രശ്നം, എന്തിലും കുറ്റം. റോക്കിയുടെ സ്വന്തം വീടൊന്നും അല്ല അത്. എല്ലാവരും പല രീതിയിലുള്ള പല സാഹചര്യത്തിൽ നിന്നും വന്നിട്ടുള്ള ആളുകളുടെ വീടാണ്. അപ്സര എന്നായിരുന്നു തുടക്കം. അപ്സരയെ ചൊറിഞ്ഞ് അപ്സര കയറി കണക്കിന് കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഒടുവ് റാസ്കൽ എന്ന് വരെ പറഞ്ഞു അപ്സര. ഇന്നെന്തായാലും റോക്കിക്ക് എന്തായാലും സുഖമായിട്ട് കിടക്കാം. ചെവി അടച്ചു പിടിച്ചാൽ പോലും മൈൻഡിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിൻ്റെ കേടായിരുന്നു എന്നുള്ളൊരു രീതിയിൽ. 6 വർഷം കഷ്ടപ്പെട്ടിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി? ഇജാതി മണ്ടത്തരം ആരെങ്കിലും ചെയ്യും? അങ്ങനെയുള്ളവർക്കൊന്നും ഫിറ്റല്ല. അപ്പോൾ റോക്കി നല്ല സ്ട്രോങ് പ്ലെയർ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരാൾക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഫിറ്റ് ആവാൻ പറ്റില്ല. എല്ലാം കൊണ്ടും, ബുദ്ധി കൊണ്ടായാലും ക്ഷമ കൊണ്ടായാലും ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്ന രീതിയിലായാലും ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോയാലേ മര്യാദയ്ക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇപ്പം എന്തായി? കൂടുതലും നെഗറ്റിവിറ്റി അല്ലേ? ഒരാളെ ഇടിച്ചിട്ടാണ് വെളിയിൽ വരുന്നത്. ഇപ്പോൾ സിജോ പ്ലേ ചെയ്തു. ഗെയിമാണ് മാൻ. കുറേ പേര് പറയുന്നത് സിജോവിന് നന്നായി അറിയാം റോക്കിയെ പ്രൊവോക്ക് ചെയ്യാൻ. ആണ്. സിജോ മാത്രമൊന്നുമല്ല റോക്കിയെ പ്രൊവോക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോക്കി അങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യാറുണ്ട് എല്ലാവരും. റോക്കി വലിയ ദയവാനായിട്ടുള്ള ഒരാളൊന്നുമല്ല. അത്ര വലിയ ഇതൊന്നുമല്ല. ചെറിയ കാര്യങ്ങൾക്ക് വരെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് റോക്കി. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം പുള്ളി പുറത്താവുക തന്നെ ചെയ്യും. നല്ലൊരു സ്ട്രോങ് പ്ലെയർ ഒക്കെ ആയിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾക്ക് പറ്റിയൊരു ഇടമല്ല ബിഗ് ബോസ്. 6 വർഷം കഷ്ടപ്പെട്ട ഒരാൾ ആ ഒരു സ്ട്രഗിള് മനസ്സിലെപ്പോഴും വെക്കണം. ഒരു സെക്കൻഡിൻ്റെ അബദ്ധം കൊണ്ട് നശിപ്പിക്കരുത് എന്ന് ആലോചിക്കണേ. കുറേ നേരം ഈ സിജോ അതുപോലെ തന്നെ അപ്സര പറഞ്ഞിട്ട് കുറേ നേരം ഉണ്ടാക്കിയപ്പോഴാണ്. സിജോ ആദ്യമൊക്കെ സൈലൻ്റ് ആയിരുന്നു.
അപ്സരയായിട്ട് പ്രശ്നം നടക്കുന്ന സമയത്തും കാര്യമായിട്ട് സിജോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരുപാട് അങ്ങോട്ടായപ്പോൾ ഇവന് പൊളിഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ സിജോ നല്ല രീതിക്ക് അങ്ങോട്ട് എരികേറ്റി കൊടുത്തു. റോക്കി കൈ ഉപയോഗിച്ചു. സിജോ അത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവൻ ചെയ്തു. സിജോനെ ഇടിക്കുന്നൊന്നും സിജോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഓർക്കപ്പുറത്ത് കിട്ടിയത് തന്നെയാണ്. അതൊന്നും ആര് വന്ന് സിജോൻ്റെ പ്ലാനിങ് ആണ് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പ്രൊവോക്ക് ചെയ്യുമ്പോൾ പ്രൊവോക്ക് ആവുന്നൊക്കെ ഓക്കെ, അത് പക്ഷെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്ന രീതിയിലോട്ട് വരുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ച് കാണില്ല. എല്ലാവർക്കും ഷോക്കിംഗ് ആയിരുന്നു. ജാസ്മിൻ അവിടെ എന്തോ കുടിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയായിരുന്നു. എക്സ്പ്രഷൻ ഓരോരുത്തർ പെട്ടെന്ന് മാറി. ഇതാണ് ഉണ്ടായത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോക്കി ചെയ്തത് തെറ്റാണ്. സിജോവും ആസ് എ ക്യാപ്റ്റൻ ഇത്തിരി കൂടി നല്ല രീതിക്ക് നിൽക്കായിരുന്നു. ഇത്തിരിയും കൂടി കാമായിട്ട് ഈ ഒരു വിഷയത്തെ ഡീൽ ചെയ്യായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ബിഗ് ബോസിൻ്റെ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ഇത്തിരി മുമ്പ് വരെ ഞാൻ ലൈവ് കാണുന്ന സമയത്ത് കൺഫെഷൻ റൂമിലിരുന്ന് റോക്കി കരയുന്നതാണ്. നല്ല രീതിക്ക് കരയുന്നുണ്ട്, നല്ല വിഷമം ഉണ്ടാവും. പക്ഷേ മണ്ടത്തരം കാട്ടിയത് മണ്ടത്തരം എന്ന് മാത്രമല്ല, ഇതിനൊക്കെ ഇത്തിരി അഹങ്കാരം എന്നും കൂടി പറയാം. ഇങ്ങനെയുള്ളവരുടെ കൂടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പല ആളുകളും ഉണ്ടാവും തൊഴുത്തുകുത്തി സ്വഭാവം കാണിക്കുന്നുണ്ടാവും. ആ ടാസ്കിൽ തന്നെ ലൂപ്പ് ഹോളിൽ എന്തുകൊണ്ടാ? അതൊക്കെ ന്യായമായിട്ടുള്ള കാര്യമാണോ? എന്ത് ഊളത്തരോ പറയുന്നേ. ഇങ്ങനെയുള്ള വഞ്ചകന്മാര്, ചതിയന്മാര് കോപ്പാണ്. ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള തൊലിപ്പം കൂട്ടം കൂടിയിട്ട് കാര്യമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തന്നെ അങ്ങനെയാണ്. പിന്നെ ബിഗ് ബോസിനെ വലിയ നല്ല രീതിക്ക് പോർട്രേ ചെയ്യുന്ന ഒരു പരിപാടി. എല്ലാ എലമെന്റ്സും ഉള്ള ഒരു ഗെയിമാണ് ബിഗ് ബോസ്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, ചതി ഉണ്ടാവും, തൊഴുത്തുകുത്ത് സ്വഭാവം കാണിക്കും ആളുകൾ, എല്ലാം കാണിക്കും. അതൊക്കെ അനുസരിച്ച് നിൽക്കുക, ക്ഷമയോട് കൂടി നിൽക്കുക. ഇത്രയൊക്കെ പറ്റുള്ളൂ. അല്ലാണ്ട് കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. മണ്ടത്തരം കാട്ടിയിട്ട് നിന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. നല്ലൊരു പ്ലെയർ എന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടല്ലോ എല്ലാവരും. റോക്കി പറയുമ്പോൾ ഉണ്ടം പൊരിയും, ബാക്കിയുള്ളവർ പറഞ്ഞ ബ്ലഡും. റോക്കിയെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വീടിനുള്ളിലും ഉണ്ട്. യമുന റാണി ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് ആണ് റോക്കി. എന്ത് ഇതിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ട്രോങ് അണ്ടർസ്റ്റാൻഡ് ആണെന്ന് പറഞ്ഞിട്ടാണോ? ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണോ? ഇന്നൊക്കെ കാട്ടിയത് ശരിക്കും പറഞ്ഞാൽ ശോകാവസ്ഥയാണ് യമുന കാട്ടിയത്. അപ്സരയെ അത്രത്തോളം മാനസികമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഹട്ട് സാല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവൻ പറയുന്നത് ബാഡ് വേർഡ് അല്ല. അവളൊന്ന് റാസ്കിൾ പറഞ്ഞപ്പോൾ അവൻ ചൂളിപ്പോയി. ഇവന് ക്ഷമ ചോദിക്കണം അതിന്. പിന്നെ പവർ ടീം അധികാരത്തിൽ വന്ന് സിജോ ഒന്ന് ക്യാപ്റ്റൻ ആകുമ്പോഴേക്കും തന്നെ ഇത്രത്തോളം പ്രൊവോക്കേഷനും ഇത്രത്തോളം പ്രശ്നങ്ങളും വീട്ടിൽ. പവർ ടീമിനായാലും ഇപ്പോൾ ജിൻഡോയ്ക്കായാലും രശ്മിൻ ഭായ്ക്കായാലും കാര്യമായിട്ടൊന്നും അതിൽ ഇനിയിപ്പോൾ ഇത് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു രണ്ടുപേരും തർക്കം നടക്കുന്ന സമയത്തും ചില സമയത്തൊക്കെ ആൾക്കാർ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ചില സമയത്തൊക്കെ ആളുകൾ പിടിച്ചു മാറ്റാൻ നോക്കി. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയപ്പോൾ അവർക്കും തോന്നിയിട്ടുണ്ടാവും ഇത് വെറുതെ കുരച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, കയ്യാൻ കളിയൊന്നും ഉണ്ടാവില്ല എന്ന്. പിന്നെയും ജിൻഡോ വരുന്നുണ്ട്, പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട്, ശ്രമിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ചില സമയത്ത് രശ്മിൻ ഭായ് ഇങ്ങനെ എന്താ പറയുക റിമൈൻഡ് ചെയ്യുന്നുണ്ട് സിജോയിനെ. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അലറി വിളിച്ച് പറയുന്നുണ്ട്. പവർ ടീം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തർക്കം ഉണ്ടായപ്പോൾ അതൊന്നും സിജോ ആയാലും കേട്ടില്ല. അതൊരു അശ്രദ്ധ തന്നെയാണ്. സിജോയിൻ്റെ ഭാഗത്തും വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ കൈവയ്ക്കുന്നത് ഏറ്റവും വലിയ തെറ്റായിട്ട് തന്നെ കാണണം. സിജോവിനെ ആയാലും ജോലിപരമായിട്ടും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ തരം താഴ്ത്തിക്കൊണ്ടാണ് റോക്കി സംസാരിച്ചത്. അതും തെറ്റാണല്ലോ. അപ്പൊ പിന്നെ സിജോയ്ക്ക് അങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും വാ കൊണ്ട് പ്രൊവോക്ക് ചെയ്യണം. അതുപോലെ ദേഹത്ത് തൊടരുതെന്ന് പറഞ്ഞതാണ്. ദേഹത്ത് തൊട്ടുകൊണ്ടാണ് ഞാൻ ഇടിച്ചേ എന്നൊക്കെ പറയുന്നു. എന്താ അത്രയ്ക്കൊക്കെ മൂഡ് സ്വിങ്സ് ആവാൻ റോക്കി വലിയ രാജാവാണോ? റോക്കി ഇവിടുത്തെ റോക്കി ഭായ് മറ്റേ KGF റോക്കി കളിക്കണോ? റോക്കി ദേഹത്ത് തൊടാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ തൊടുമ്പോഴേക്കും താടിയിലൊന്നും ഇങ്ങനെ ആക്കുമ്പോഴേക്കും ദേഷ്യം വരും. ഒബ്വിയസ്ലി ദേഷ്യം വരും. അതിനിങ്ങനെ പോയി ഇടിച്ചിട്ടാണോ അത് തീർക്കണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടിച്ചിട്ട് എന്നിട്ട് പറയുക എന്നെ തൊടല്ലേ എന്ന് ഞാൻ അവനോട് തൊടല്ലേ എന്ന് പറഞ്ഞാ ബിഗ് ബോസ് വന്ന് തൊട്ടാലോ? ബിഗ് ബോസിനും കയറി ഇടിക്കും. തൊടുമ്പോഴേക്കൊക്കെ പ്രശ്നമാണെങ്കിൽ ഫിസിക്കലി ആൻഡ് മെന്റലി ഒരു ടാസ്ക് നടക്കുന്ന ഒരു ഷോ ആണല്ലോ ഇത്. ഇവൻ ഈ മൂഡ് സ്വിങ്സ് വരുന്ന സമയത്ത് ടാസ്ക് നടക്കുന്നതെന്ന് വെച്ചാൽ താല്പര്യമില്ലാത്ത ആളാണ് ഓപ്പോണന്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ദേഹത്ത് തൊട്ടിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കിടക്കില്ലേ? രണ്ടുപേരും അവരാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യുന്നു. ജോലി പറഞ്ഞ് റോക്കി പ്രൊവോക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവന്റെ സ്വഭാവം പറഞ്ഞിട്ട് അവനും പ്രൊവോക്ക് ചെയ്യുന്നു, സിജോയും പ്രൊവോക്ക് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇതിലിപ്പോൾ സ്പെഷ്യലായിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരും ചെയ്തത് തെറ്റാണ്. പക്ഷേ കൂടുതൽ തെറ്റ് ചെയ്തത് റോക്കി തന്നെയാണ്. ഇത്രയൊക്കെയുള്ള എൻ്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തെ പറ്റി.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.